ഹായ് ഫ്രണ്ട്സ്, സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഒന്ന് കാണുന്നുണ്ടായി. അപ്പോൾ എൻ്റെ എതിർദിശയിൽ നിന്നും അദ്ദേഹം നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ കണ്ടു നോക്കുമ്പോൾ എനിക്ക് ആളെ തന്നെ മനസ്സിലായില്ല. കാരണം ഒരു പ്രാകൃത വേഷത്തിലുള്ള രൂപമാണ്. മുടിയൊക്കെ വളർത്തി, താടിയൊക്കെ വളർത്തി, ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അടുത്ത് വന്ന് നോക്കുമ്പോൾ എനിക്ക് ആളെ മനസ്സിലായി, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്താ സുഹൃത്തെ ഈ രൂപത്തിലൊക്കെ? അതൊന്നും പറയണ്ട, എൻ്റെ കാര്യമൊക്കെ ആകെ കഷ്ടത്തിലാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയധികം കഷ്ടപ്പാട്? എൻ്റെ കല്യാണമൊക്കെ മുടങ്ങി. ആ, കല്യാണമൊക്കെ ആയിരുന്നാണോ? അതെ, എൻ്റെ കല്യാണമൊക്കെ ആയിരുന്നാണ്, കല്യാണമൊക്കെ മുടങ്ങി. അപ്പോൾ അതെന്താ കാരണം? ഞാനൊരു തമാശ രൂപത്തിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായി, നിങ്ങൾക്ക് കണക്കാക്കിയിരുന്ന വധു ഇങ്ങനെ ഒളിച്ചോട് എന്തെങ്കിലും ഉണ്ടായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതൊന്നല്ല, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് വധുവിൻ്റെ ആളുകൾ പറഞ്ഞു ഈ കല്യാണത്തിന് ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ സാമ്പത്തികം ഇദ്ദേഹം കണ്ടിരുന്നത് എന്താ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹം. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് ധാരാളം വരുമാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. ആ സമയത്താണ്, അതായത് ഒരു വർഷത്തിന് മുൻപെയാണ് ഇദ്ദേഹം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കലും പെണ്ണ് കാണലും എല്ലാ ചടങ്ങുകളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടി പഠിക്കുകയാണ്, അതുകൊണ്ട് ഒരു വർഷത്തിന് ശേഷമേ കോഴ്സ് പൂർത്തിയാവുള്ളൂ, എന്നതിന് ശേഷം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ഒരു കേസൊക്കെ വന്നിട്ട് അതിപ്പോൾ ഇന്നീ കാണുന്ന രൂപത്തിലൊക്കെ ആയത്. ഈ മാസം 15-ാം തീയതിക്ക് കേസൊക്കെ നീട്ടി വെച്ചെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ആകെ താറുമാറായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഉണ്ടായിരുന്ന കാലത്ത് മൂപ്പരെ വീടിൻ്റെ ഒരു പണിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സംഖ്യ ബാങ്കിൽ നിന്ന് ഇദ്ദേഹം ലോൺ എടുക്കണ്ടായി. അന്നൊക്കെ ഇത് പുഷ്പം പോലെ അടഞ്ഞു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം അതൊക്കെ കുടിശ്ശികയായിട്ട് 45,000 രൂപ ഒറ്റത്തവണ തീർപ്പാക്കണം എന്നാണ് കേരള ബാങ്ക് ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ 15-ാം തീയതിക്ക് 45,000 രൂപ ഒറ്റത്തവണ തീർപ്പാക്കണമെന്ന്, അതിൽ യാതൊരു ഒഴിവും കഴിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്നോട് കുറച്ച് സാമ്പത്തികം ആവശ്യപ്പെടുന്നുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, 45,000 രൂപയൊന്നും ഒറ്റയടിക്ക് എടുത്ത് സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഒരു 10,000 രൂപ ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 10,000 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ലല്ലോ. എൻ്റെ അടുത്താണെങ്കിൽ ഒറ്റ പൈസ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത സങ്കടത്തിൻ്റെ കൂടെയാണ് ഈ താടിയും മുടിയൊക്കെ വളർത്തി ജഡരൂപത്തിലൊക്കെ ആക്കിയിട്ടുള്ള നടപ്പ്. ഏകാന്തതയിൽ പോയി ഇരിക്കുക. ഇദ്ദേഹത്തെ കണ്ടു നോക്കുമ്പോൾ എനിക്കൊരു ആത്മഹത്യാ പ്രവണതയുടെ വക്കിലെത്തിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് ഇല്ലായ്മ ചെയ്തിട്ട് ഇദ്ദേഹവുമായി സംവദിച്ച് ഇദ്ദേഹത്തിനെ ആ ആത്മഹത്യാ വക്കിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു പരിധി വരെ എന്നെക്കൊണ്ട് സഹായകമായി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 10,000 രൂപ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനൊരു 15,000 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി ഒരു നീക്കുപോക്ക് വേണം. ഇദ്ദേഹം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ട് വല്ലാതെ പരാധീനതയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ വരുമാനം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ നടക്കുന്ന ആൾക്ക് ഒരു ഫൈനാൻഷ്യൽ കമ്പനിയിൽ കളക്ഷൻ ഏജൻ്റായിട്ട് ഒരു കോഴ്സൊക്കെ പാസ്സായി ടെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ജോലി കിട്ടുന്നുണ്ടായി. ആ ജോലിയിൽ ഇദ്ദേഹം ഒരു 3.5 മാസം ജോലി ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹത്തിന് ശാരീരികമായ ഒരു അസുഖം ബാധിച്ച് അങ്ങനെ ഒരു 2 ആഴ്ച ഈ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. അതോടെ ആ ജോലിയും പോയി. ഇപ്പോൾ തൊഴിലും ഇല്ല, വരുമാനവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നാട്ടിലെ കൂലിപ്പണിക്ക് പോയിട്ട് കാശ് സമ്പാദിച്ചാലും ഈ 15-ാം തീയതിയുടെ ഉള്ളിൽ 45,000 റുപ്യ
ഇദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഒരു 3 വർഷം മുന്നേ ഇദ്ദേഹം വിദേശത്തൊക്കെ പോയ ഒരാളാണ്. അവിടുന്ന് ഇയാൾക്ക് തുടർന്ന് ജോലി ചെയ്യാൻ സാധിച്ചില്ല. അലർജി പറഞ്ഞൊരു അസുഖം പിടിച്ചിട്ട് അവിടുന്ന് പോരുകയുണ്ടായത്. അപ്പോൾ ഇത്തരുണത്തിൽ പല രീതിയിലും കഷ്ടപ്പെട്ട് കഴിയുന്ന യുവാക്കൾ നമ്മുടെ ഈ കൺവെട്ടത്തൊക്കെ ഉണ്ടാവാം. നമ്മളറിയാത്ത ആളുകളായതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിനെ ഇത്തരുണത്തിലാക്കിയിട്ട് എന്താ ഇപ്പം നേടിയത്? ധാരാളം ചരക്ക് നീക്കങ്ങൾ നടന്നിരുന്നില്ലേ ഐറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉണ്ടായിരുന്ന കാലത്ത്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചരക്ക് വാഹനങ്ങൾ വന്നിട്ട് ആ വകയിൽ GST രൂപത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് നല്ലൊരു തുക പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്നതല്ലേ? വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ധാരാളം തൊഴിൽ മേഖല ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മുഖാന്തരം ലഭിച്ചിരുന്നില്ലേ? അപ്പം അതൊക്കെ ഇല്ലായ്മയായില്ലേ? കേരളം ആകെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കഷ്ടപ്പാടിനൊക്കെ ഈ ഐറിച്ച് ഓൺലൈൻ ഷോപ്പി പോലുള്ള പ്രസ്ഥാനങ്ങൾ നിലവിൽ നിൽക്കാച്ചാൽ ഒരു പരിധിവരെ സാമ്പത്തികമായിട്ട് സഹായകമായിരുന്നില്ലെന്ന് സൗഹൃദ മീഡിയ കണക്ക് കൂട്ടുകയാണ്. ഏതൊരു സംരംഭത്തിന് ഇല്ലായ്മ ചെയ്യാൻ എളുപ്പം കഴിയും. അതിന് ഒപ്പം ചേർന്നിട്ട് സാധ്യമാവുന്ന രീതിയിൽ സഹകരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു ഗുണപാഠമാണ് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിനെ തകർത്ത ആളുകളോട് സൗഹൃദ മീഡിയയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നെഗറ്റീവ് കമൻസ് ഇടുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം, ഈ നെഗറ്റീവ് കമൻസ് കേട്ടാൽ ഈ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പിന്നെ ഓൺലൈൻ ഷോപ്പിൽ ഷെയർ എടുത്ത ആളുകളുടെ ഒരു നല്ല ഒരു വിഹിതം സംഖ്യ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ആകെ മാനസികമായി തളർന്നിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മളുടെ ഈ നെഗറ്റീവ് കമൻസ് കൊണ്ട് അവർക്ക് വീണ്ടും മനോവിഷമം കൂടുതലേ ഉള്ളൂ. അതുപോലെ വീഡിയോ ഇട്ടാലും കൂടുതലേ ഉള്ളൂ സങ്കടം. അപ്പോൾ ഒരാളുടെ സങ്കടം ഇല്ലായ്മ ചെയ്യലല്ലേ നല്ലത്? വീണ്ടും വീണ്ടും സങ്കടത്തിലേക്ക് എത്തിക്കലല്ലോ ഭംഗി. അപ്പോൾ നെഗറ്റീവ് കമൻസ് ഇടുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഓരോ വീഡിയോയിലും നന്മയുടെ ഭാഗങ്ങൾ ഉണ്ടാവാം. ആ നന്മ മാത്രം നമ്മൾ കാണുക, തിന്മ ഒഴിവാക്കുക. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രതാപകാലത്ത് നീക്ക രൂപത്തിൽ ധാരാളം GST ഒക്കെ സംസ്ഥാന സർക്കാരിന് കിട്ടിപ്പോന്നിരിക്കുകയായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ലാതെയായി. ഐറിച്ച് ഓൺലൈൻ ഷോപ്പി ഇല്ലാതെയായി നോക്കുമ്പോൾ ചരക്ക് നീക്കം നിന്ന് ആ വകയിലുള്ള വരുമാനവും നിലച്ചു. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇത്തരുണത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് വളർന്നു വരേണ്ടത്. അവരെയാണ് വളർത്തിക്കൊണ്ടിരേണ്ടത്. അവരോടാണ് നമ്മൾ ആഭിമുഖ്യം കാണിക്കേണ്ടത്. അല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കച്ചകെട്ടി ഇറങ്ങരുത്. പൈസ പോയ ആൾക്കാരുടെ വിഷമം പൈസ പോയ ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. പിന്നെ കോടതിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യമായി നീട്ടിക്കൊണ്ടു പോകാമെന്നൊന്നും പറയാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ എന്നാലും അനുകൂലമായൊരു വിധി കോടതിക്കും പ്രസ്താവിക്കാം, അല്ലെങ്കിൽ പ്രസ്താവിക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇനിയിപ്പോൾ ഈ മാസം 15-ാം തീയതിക്ക് കേസ് നീട്ടിവെച്ചു. ഇനിയിപ്പോൾ ഈ 15-ാം തീയതി എന്താ ഉണ്ടാവുക എന്നിപ്പോൾ മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കോടതിയുടെ അകത്തെ കാര്യമല്ലേ, അത് അതിൻ്റേതായ രീതിക്ക് പോവും. നമ്മളിങ്ങനെ കാത്തിരിക്കും. പലരും വീഡിയോയിൽ പലതും പറയും, കോടതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയും. പക്ഷെ സൗഹൃദ മീഡിയ അങ്ങനെ പറയാനൊന്നും തയ്യാറല്ല. ശൂന്യതയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഊഹിച്ചെടുത്തിട്ടൊന്നും സൗഹൃദ മീഡിയ ഇന്നേ വരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറയുന്ന കാര്യത്തിൽ പരമാവധി വാസ്തവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഐറിച്ച് ഓൺലൈൻ ഷോപ്പി പോലുള്ള പ്രസ്ഥാനങ്ങൾ നാട്ടിൽ യാതൊരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. സാമ്പത്തികമായിട്ട് ഉന്നമനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇത് മണിച്ചെയിനല്ല, തട്ടിപ്പല്ല, വെട്ടിപ്പല്ല, വളരെ പരമസത്യമായ കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ ഏതു തരം അഭിപ്രായങ്ങളും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മൾ ഭാരതം. അപ്പോൾ ഓരോ ഭാരതീയനും അവനവന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ യുക്തമായ അഭിപ്രായങ്ങൾ മാത്രം പറയുക എന്നതാണ് എല്ലാവർക്കും അഭികാമ്യം. ഈ മേൽപ്പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഈശ്വരൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ.
മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.